പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആദ്യമേ തന്നെ ഒരു പ്രയർ റിക്വസ്റ്റാണ്. നമ്മുടെ കൺവെൻഷൻ, നമ്മുടെ ഏങ്ങണ്ടിയൂർ ഇടവകയിൽ സഹിയോൻ ബഹുമാനയുടെ സോജി ഓലിക്കലച്ചൻ്റെ കൺവെൻഷനാണ് മാർച്ച് 11 തുടങ്ങി 15 വരെ. അപ്പോൾ അതിന് ഒരുക്കമായിട്ടുള്ള ഹോം മിഷൻ ഇന്ന് തുടങ്ങി നടക്കുന്നുണ്ട്. അവിടുത്തെ അവരെ ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആത്മായ സഹോദരങ്ങളാണ്. ഇന്നും നാളെയുമാണ് ഹോം മിഷൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാർഷിക ധ്യാനങ്ങൾ ഇടവകളിൽ നടത്തപ്പെടുന്ന വാർഷിക ധ്യാനങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹെബ്രായ ലേഖനം 13:2. അവിടെ വചനം ഒരു വലിയൊരു കാര്യം വെളിപ്പെടുത്തുകയാണ്. ആദിത്യ മര്യാദ മറക്കരുത്, അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ അത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ നമുക്കത്ര ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചില വ്യക്തികളോട് നമുക്കത്ര അത്ര സുഖകരമായ അനുഭവം ആയിരിക്കണമെന്നില്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പോലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അവരോട് വളരെ മാന്യമായ വിധത്തിൽ പെരുമാറുക. ചിലപ്പോഴൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. നല്ല ഉന്നതമായ പഠിപ്പും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷേ വളരെ മോശപ്പെട്ട ഈ അതിഥി സൽക്കാരത്തിൽ ഭയങ്കര മോശം സ്വഭാവമുള്ളവരെ കുറേ പേരെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കണ്ടുമുട്ടൽ വരുമ്പോൾ അവരെ വളരെ ഒരു ഗസ്റ്റായിട്ട് ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇടവകയിലേക്കോ അല്ലെങ്കിൽ മറ്റൊക്കെ വരുമ്പോൾ ചില വ്യക്തികൾ എങ്ങനെയാണെങ്കിൽ ഇടവകയിലേക്ക് ചിലപ്പോൾ എന്നെ കാണാനൊക്കെ വന്നതായിരിക്കും. എന്നാലും അവർ ഭയങ്കര സ്നേഹത്തോടു കൂടി വായോ വിചാരിച്ചിന് ഇവിടെ ഇല്ല, ഇച്ചിരി ഭക്ഷണം എന്നല്ല, ഒരു വെള്ളം എന്തെങ്കിലും കാര്യം വളരെ കോർഡിയലായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന കുറേ പേരെ എനിക്കറിയാം. അതേസമയം തന്നെ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇതൊരു അഭിഷേകമാണ്. മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് അവരെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു അഭിഷേകമാണ്. അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും അതൊരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വചനം, ആദിത്യ മര്യാദ മറക്കരുത് എന്നുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ കൃപയായി മാറട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.